അപ്പം ഇന്ന് മുതൽ നമ്മളൊരു പഠന പരമ്പര ആരംഭിക്കുകയാണ് അല്ലേ. അപ്പം ഇന്നൊരു ആമുഖമാണ്. അടുത്ത ആഴ്ച മുതലാണ് ശരിക്കുള്ള നമ്മൾ ഓരോരോ വിഷയങ്ങളെടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബൈബിൾ എടുത്ത് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകാം. പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 19 വാക്യം മുതലാണ് ഞാൻ വായിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 11:19 മുതൽ. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്ക, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്നവരുടെ അപ്പോസ്തല പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സഭയുടെ ചരിത്രമാണ്. എങ്ങനെയാണ് സഭ തുടങ്ങിയത്, സഭ തുടങ്ങിക്കഴിഞ്ഞുണ്ടായ സുവിശേഷീകരണം, അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ. അപ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ അറിയാം. ആദ്യത്തെ രക്തസാക്ഷി, സുവിശേഷത്തിന് വേണ്ടി ഒരാൾ കൊല്ലപ്പെടുന്നു, അതാണ് സ്തേഫാനോസ്. അപ്പോൾ യെരുശലേമിൽ വെച്ച് സ്തേഫാനോസിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉപദ്രവം കാരണം ആർക്കും യെരുശലേമിൽ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കഥ തന്നെ അല്ലേ. ഇവിടുന്ന് ഓടി നമ്മൾ ഞാണ്ടൂർ കോണത്ത് പോയ കഥ തന്നെ, പുസ്തകത്തിലുള്ള കഥ അത് തന്നെ. അപ്പോൾ അങ്ങനെ ചിതറിപ്പോയവരെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവരാദ്യം യഹൂദന്മാരോട് മാത്രം സുവിശേഷം അറിയിച്ചു. എന്നാൽ കുറച്ചു പേർ അവരെന്ത് ചെയ്തു, അന്ത്യോക്യയിലെത്തിയപ്പോൾ ജാതീയരായ യവനന്മാരെന്നൊക്കെ പറയുമ്പോൾ യഹൂദന്മാരല്ലാത്തവരോടും സുവിശേഷം അറിയിച്ചു തുടങ്ങി. അതെന്തുകൊണ്ടാണ് അവരെ പെട്ടെന്ന് അങ്ങനെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് കൊർണില്യോസ് എന്ന് പറഞ്ഞൊരു ജാതിയൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ആദ്യമായിട്ട് ജാതികളുടെ ഇടയിൽ, നമ്മളെപ്പോലുള്ളവരുടെ ഇടയിൽ സുവിശേഷീകരണം വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ അവർ അന്ത്യോക്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. 21-ാമത്തെ വാക്യം. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ജാതീയരുടെ ഒരു സഭ, കൊർണില്യോസിൻ്റെ ഭവനത്തിൽ ഒരു കുടുംബം കടന്നു വന്നെങ്കിലും അന്ത്യോക്യയിലാണ് ആദ്യമായിട്ടൊരു ജാതീയരുടെ ഒരു സഭ തുടങ്ങുന്നത്. അങ്ങനെ കുറേ പേര് തിരിഞ്ഞു, കർത്താവിലേക്ക് തിരിഞ്ഞു, അതായത് രക്ഷിക്കപ്പെട്ടു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. കാരണം ഇത് ചരിത്ര സംഭവമാണ്. ആദ്യമായിട്ട് യഹൂദന്മാരല്ലാത്തവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചൊരു സഭ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് വായിക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ്. പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നവരുടെ ഒരു സഭ അന്ത്യോക്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തുടങ്ങി. അവിടെ ഈ ബർന്നബാസ് എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാരെ അയച്ച വ്യക്തി കടന്നു വന്നപ്പോൾ എന്തു പറ്റി? 23-ാമത്തെ വാക്യം. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അപ്പോൾ പുതുതായിട്ട് വിശ്വാസത്തിൽ കടന്നു വന്നു, രക്ഷിക്കപ്പെട്ടു, അങ്ങനൊരു കൂട്ടത്തെ കണ്ടപ്പോൾ എന്തുവായിരുന്നു പ്രബോധനം? ആ പ്രബോധനം പറയാനാണ് ഇത് വായിച്ചത്. ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടു വന്നു, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു 2, 3, 4 വർഷമായി രക്ഷിക്കപ്പെട്ടേച്ച് പുതുവിശ്വാസികളോട് എന്താണ് ദൈവവചനം പറയുന്നത്? ഈ ബർന്നബാസ് അവർക്ക് കൊടുത്ത അതേ പ്രബോധനം തന്നെയാണ്. എന്താണ്? എല്ലാവരും, ശ്രദ്ധിച്ചു കേൾക്കണേ, എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. കേട്ടോ? എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും, ഒരുപാട് കടികട്ടി വാക്കുകൾ അതിനകത്തുണ്ടല്ലേ. ഹൃദയനിർണയത്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നിർണയം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അവിടുത്തെ അർത്ഥം ഉദ്ദേശം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിക്കും അല്ലേ. നമ്മുടെ ഉദ്ദേശം അതാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത വർഷം നമുക്കൊരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മളതൊരു ലക്ഷ്യമാക്കി അല്ലേ. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളൊരു തീരുമാനമെടുത്ത് ഒരു ലക്ഷ്യമാക്കി എന്ത് വെക്കണം? എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കേട്ടോ? എപ്പോഴും കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. ഇതാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരോടുള്ള ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ കൽപ്പന.
നിങ്ങൾ വിശ്വാസത്തിൽ കടന്നു വന്നു, നല്ല കാര്യം. ഇനി എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഇവിടെ ഈ പറ്റിച്ചേർന്നല്ലേ, ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം, ഈ ചേർന്ന് നിൽക്കുക എന്നുള്ള ആ വാക്ക് നിരന്തരമായി വസിക്കുക എന്നുള്ളതാണ് എൻ്റെ അവിടുത്തെ അർത്ഥം അല്ലേ. നമ്മളൊരു ചെടി നട്ടു, അത് പതുക്കെ അതിൻ്റെ വിത്ത് പാകി അത് തളർത്തു തുടങ്ങി. ഇനി ആ ചെടി മരമാകണം, എന്ത് ചെയ്യണം? അത് ആ മണ്ണിൽ നിൽക്കണം. അല്ലാതെ 2 ഇല വന്ന ഉടനെ അങ്ങ് തീർന്നില്ല അല്ലേ. അപ്പോൾ രക്ഷിക്കപ്പെട്ടു, സഭയെ വന്നു, 3 സൺഡേ പോയി, ഇനി അങ്ങ് മതിയാക്കാം പറ്റത്തില്ല, മരമായില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അപ്പോൾ ഈ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ, സഭയിലൊക്കെ വന്നാൽ മതിയോ? മീറ്റിങ്ങിനൊക്കെ കറക്റ്റ് വരുന്നുണ്ട്, വന്ന് നല്ല ആ കസേരയ്ക്ക് നല്ല ചൂട് കൊടുത്തേച്ച് ഇറങ്ങി പോകുന്നുണ്ട്, അത് മതിയോ? അല്ല, കർത്താവിനോട്, സഭയോടൊന്നല്ല, കർത്താവിനോടാണ് ഒന്നാമതായിട്ട് പറ്റിച്ചേർന്നിരിക്കണം. ഈ കഴിഞ്ഞ സൺഡേ ഞാൻ വന്നപ്പോൾ പറഞ്ഞല്ലോ, പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അമ്മയുടെ സാരി തുമ്പെ പിടിക്കുന്ന പോലെയാണ് അല്ലേ. പ്രതികൂല സാഹചര്യം വരുമ്പോൾ മുറുക്കം കൂടണം, അല്ലാതെ മുറുക്കം വിടുകയല്ല ചെയ്യേണ്ടത്. പലരും പ്രശ്നം വരുമ്പം അങ്ങ് വിട്ടേക്കാം, കർത്താവിനെ അങ്ങ് വിട്ടേക്കാം, അങ്ങനല്ല, പിടുത്തം കൂടണം. അതാണ് ശരിക്കുള്ള അപ്പനും മോനും തമ്മിലുള്ള ബന്ധം അല്ലേ. അപ്പോൾ ബന്ധത്തിലേക്ക്, സ്നേഹബന്ധത്തിലേക്ക് കടന്നു വന്നെങ്കിൽ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ ആശ്രയിക്കും, കുറച്ചല്ല, വിട്ടുകളയല്ല അല്ലേ. അപ്പോൾ പറ്റിച്ചേർന്നിരിക്കണം. നമുക്ക് തുടർന്ന് വായിക്കാം. അപ്പോൾ ഈ ബർന്നബാസ് 24-ാമത്തെ വാക്യം, നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. അവൻ ഇങ്ങനെ പ്രബോധിച്ചപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അപ്പോൾ ആ സഭ വളർന്നു. കണ്ടോ, ആദ്യം നേരത്തെ പറഞ്ഞ കൂട്ടർ സ്തെഫാനോസിൻ്റെ ഉപദ്രവം കാരണം യെരുശലേമിൽ നിന്ന് പോയവരായിരുന്നു. ആദ്യം സുവിശേഷം പറഞ്ഞ് അന്ത്യോക്യയിൽ കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു. പിന്നെ ഈ ബർന്നബാസ് വന്ന് ഈ പ്രബോധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കുറച്ചുകൂടെ പേര് രക്ഷിക്കപ്പെട്ടു. കണ്ടോ, അപ്പോൾ സഭയിൽ വരുന്ന നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്ന വേറെ ആൾക്കാരും രക്ഷിക്കപ്പെടും. നമ്മൾ പറ്റിച്ചേരാതിരുന്ന് ചുമ്മാ പേരിന് ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് ക്രിസ്തുവിന് പേരുദോഷം വരുത്തുന്നവരാണ് ആരും ഉള്ളവരും കൂടെ പോയി കിട്ടും അല്ലേ. വരുന്ന 10 പേരും കൂടെ പോയി കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ പറ്റിച്ചേർന്നിരുന്നാലേ വളർച്ചയുള്ളൂ. കണ്ടോ, അപ്പോൾ ഈ പ്രബോധനം കൊടുത്തപ്പോൾ അത് വളർന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ പോയി ശൗലെന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പേരാണ്. പൗലോസിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അവൻ പോയി പൗലോസിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 1 സംവത്സരം മുഴുവനും, 1 വർഷം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അവർ വെനസ്ഡേ തോറും ബൈബിൾ സ്റ്റഡി തുടങ്ങി അല്ലേ. പോയൊരു അപ്പോസ്തലനെ വിളിച്ചുകൊണ്ട് വന്നു, ഒരു പൗലോസിനെ വിളിച്ചുകൊണ്ട് വന്നു, സഭയിലുള്ള എല്ലാവരെയും വചനം പഠിപ്പിക്കണം. എന്ത് പറ്റി അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ? 26-ാമത്തെ വാക്യം, ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്നു പേരുണ്ടായി. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പേര് സഭ കണ്ടുപിടിച്ചതല്ല, ദൈവം കൊടുത്തതല്ല, ദൈവവചനത്തിലുള്ളതുമല്ല. ക്രിസ്ത്യാനി എന്നുള്ള പേര് ലോകം സഭയെ നോക്കി വിളിച്ച പേരാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇവരെ എന്തോന്ന് വിളിക്കാൻ പറ്റും? ഈ ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ചെറിയ ക്രിസ്തു. അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവർ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പറ്റും അല്ലേ. ഇവർ ക്രിസ്തുവിൻ്റെ ശരിയായ അനുയായികളാണ്. അതാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയാണ്. അത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ലോകക്കാരവരെ വിളിച്ചു. അതിനു മുമ്പൊക്കെ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരൊക്കെ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് വഴി എന്നാണ് അവരുടെ ആ ഗ്രൂപ്പിന് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നതുകൊണ്ട് വഴി എന്നായിരുന്നു അവർ അറിയപ്പെടുന്നത്. ആ ഗ്രൂപ്പിന് പേര്, അവരുടെ സഭയ്ക്കുള്ള പേര് വഴി എന്നായിരുന്നു. അത് അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ പലയിടത്തും നമുക്ക് വായിക്കാം. ദ വേ എന്നായിരുന്നു അവരുടെ ഗ്രൂപ്പിൻ്റെ പേര്. അത് മാറി ഇവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാമെന്ന് എപ്പോൾ തീരുമാനിച്ചു? അന്ത്യോക്യയിലെ ശിഷ്യന്മാരെ കണ്ടിട്ട്, അവരുടെ ജീവിതം കണ്ടു. പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇതുവരെ എന്താ അവരെ അങ്ങനെ വിളിക്കാതിരുന്നേ? ഈ 1 വർഷത്തെ വചന പഠനം കഴിഞ്ഞപ്പോൾ. അപ്പോൾ കണ്ടോ, രക്ഷിക്കപ്പെട്ട ഉടനെ അന്ത്യോക്യയിലുള്ള എല്ലാവരും വന്ന് ഇവരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചില്ല. പൗലോസ് വന്ന് ഒരു ബൈബിൾ സ്റ്റഡി അങ്ങോട്ട് തുടങ്ങി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ബൈബിൾ സ്റ്റഡി അങ്ങോട്ട് തുടങ്ങി. എല്ലാവരും വചനത്തിൽ ഉറച്ചപ്പോൾ എന്തോ പറ്റി? അവരുടെ ജീവിതത്തിൽ അതൊക്കെ വിളങ്ങാൻ തുടങ്ങി. ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി. അപ്പോൾ ശരിയായ ഉപദേശ ശുശ്രൂഷയുടെ ഫലം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തുവിനെ പോലെ ആകണം. അല്ലാതെ ഈ പുസ്തകം കാണാൻ പഠിക്കലല്ല. നമ്മൾ ഈ വന്നിരിക്കുന്നത് ഈ പുസ്തകം അങ്ങ് പഠിച്ച് നമുക്ക്
കോമ്പറ്റീഷന് പോയി പ്രൈസ് വാങ്ങിക്കാമല്ല. അങ്ങനത്തെ സഭകളുണ്ട്. സൺഡേ സ്കൂൾ ക്യൂസൊന്നും കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് എന്തും അറിയാം. ഏത് കാര്യവും നമുക്കൊന്നും വായിച്ചാൽ ഓർമ്മയില്ലാത്ത കാര്യമൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. കാരണം ക്യൂസിന് പ്രൈസ് അടിക്കണം. എന്നാൽ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? അതൊന്നുമില്ല. പുസ്തകമൊക്കെ കാണാപ്പാടുക, ക്രിസ്തു ജീവിതത്തിൽ ഇല്ല. അതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളും ഇന്നിവിടെ ഒരു ബൈബിൾ സ്റ്റഡി തുടങ്ങുകയാണ്. 1 വർഷം കഴിയുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുമോ? ശരിയായ അർത്ഥത്തിൽ വിളിക്കണം, അല്ലേ? അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഉദ്ദേശം എന്തായിരിക്കണം? വചനത്തിൽ ഉറച്ച് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടും, എൻ്റെ സ്വഭാവം മാറണം. അത് ഞാൻ വലിയ വിശ്വാസിയാണ്, ഞാൻ വലിയ യേശു ക്രിസ്തുവിൻ്റെ ഭക്തനാണെന്നൊന്നും ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട. എൻ്റെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, വീട്ടിലുള്ള രക്ഷിക്കപ്പെടാത്തവർ പറയണം, അല്ലേ? ഈ രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരോട് രക്ഷിക്കപ്പെട്ട ഭാര്യമാരോട് എന്താ വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 1 പത്രോസ് 3 എടുത്ത് ആരെങ്കിലും ഒരാളെടുത്താൽ മതി, നിങ്ങൾ എടുക്കണമെന്നില്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, സഹോദരൻ എടുക്കും. 1 പത്രോസ് 3 എടുത്തിട്ട് അതിൻ്റെ എത്ര 2-ാമത്തെയാണോ വാക്യം? അതെ, വായിച്ചാട്ടെ. അവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ നടപ്പ് കണ്ടിട്ട് വചനം കൂടാതെ നിങ്ങളുടെ പ്രസംഗം കൂടാതെ കണ്ടോ, നിങ്ങളുടെ നടപ്പിനോട് അവർ ചേർന്ന് വരുവാനിടയാകും. നിങ്ങൾ പോയി പ്രസംഗിച്ചല്ല അവരെ നേടേണ്ടത്, നിങ്ങൾ പോയി അവരോട് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, നിങ്ങളുടെ നടപ്പ് കാണണം അവർ. രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാർ, ഇത് രക്ഷിക്കപ്പെടാത്ത ഭാര്യമാരോടും ഉള്ള കാര്യം തന്നെ, അങ്ങനത്തെ ഭർത്താക്കന്മാർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സ്വാധീനവും അവൻ്റെ സൗരഭ്യവും വെളിപ്പെട്ട് വരണം, അല്ലേ? അപ്പോൾ ഇത് നല്ല കാര്യമാണ്. സുവിശേഷം ശരിക്കും രക്ഷിക്കപ്പെടുത്തുന്നതാണ്. ഞാൻ ദൈവത്തെ ശരിക്കും കണ്ടുമുട്ടി എന്നൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു. അതാണ് ശിഷ്യത്വം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വചനം പഠിക്കാൻ പോകുന്നത്. ഈ ബുധനാഴ്ചകൾ തോറും നമ്മൾ കൂടി വരുന്നത് നമുക്ക് ബുദ്ധി വർദ്ധിപ്പിക്കാനും ജ്ഞാനം വർദ്ധിപ്പിക്കാനും പണ്ഡിതന്മാരാകാനും പ്രസംഗകരാകാനും ഒന്നുമല്ല. ഇതൊക്കെ തെറ്റായ ചിന്താഗതിയാണ്. എന്തിനു വേണ്ടിയാണ്? ശിഷ്യനായിട്ട് വളരുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് കണ്ടോ, അവർ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഈ വചന പഠനത്തിലൂടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ആദ്യം എന്തോ വേണം? നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം, ഞാൻ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പഠിക്കാനായിട്ട് റെഡിയാണ്, കുറച്ച് വാക്യങ്ങളൊക്കെ കാണാൻ പഠിക്കാൻ റെഡിയാണ്. റെഡിയായിട്ട് കാര്യമില്ല കേട്ടോ. അതൊക്കെ കൊള്ളാം, ആ ഒരുക്കമൊക്കെ. മാനസികമായിട്ട് ബുദ്ധിപരമായുള്ള ഒരുക്കത്തിന് അപ്പുറത്തായിട്ട് ഹൃദയത്തിൽ പ്രതിബദ്ധതയുടെ ഒരു ഒരുക്കം വേണം. പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അറിയാവോ മലയാളം? ഒരു സമർപ്പണം. ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അതിനോട് വിശ്വസ്തനായി ഇരിക്കുമെന്ന് പറയുന്നത് പോലെ എനിക്ക് കർത്താവിനോട് ഒരു വിശ്വസ്തത. നിങ്ങളൊക്കെ എല്ലാവരും വിവാഹം കഴിച്ചവരാണല്ലോ, അല്ലേ? വിവാഹം കഴിച്ചപ്പോൾ നിങ്ങളൊരു പ്രതിബദ്ധതയിലേക്ക് കടക്കണം. ഞാൻ ഈ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് കടപ്പെട്ടിരിക്കും, അവനോട് വിശ്വസ്തനായിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ ബന്ധത്തിൽ ഞാൻ നീതി പുലർത്തും. ദൈവം ഒരു സങ്കല്പമല്ല, ദൈവം ഒരു ശക്തിയല്ല. ദൈവം ആരാണ്? ഒരു വ്യക്തിയാണ്, അല്ലേ? നമ്മളൊരു വ്യക്തിയോട് ഇടപെടുന്നത് പോലെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത് ആ വ്യക്തിയെ അഫക്റ്റ് ചെയ്യും, അല്ലേ? ഇപ്പം ഞാൻ പാപം ചെയ്താൽ ദൈവത്തിന് വേദനിക്കും, അല്ലേ? ഞാൻ വിശ്വസ്തത കാണിക്കാതിരുന്നാൽ ദൈവത്തിന് ദുഃഖം വരും. ഞാൻ അനുസരിച്ചാൽ ദൈവത്തിന് സന്തോഷവും വരും. പണ്ട് നമ്മളങ്ങനെ ആയിരുന്നു. ദൈവം ഒരു സങ്കല്പം, ദൈവം ഒരു ശക്തി. ശക്തിക്ക് വേദനിക്കത്തില്ല, അല്ലേ? ശക്തി ഒന്നുമില്ല, ജീവനില്ലാത്ത ഒരു ശക്തി, അല്ലേ? ഇപ്പം ഞാൻ വീട്ടിൽ പോയച്ച് ഫാൻ ഇട്ടില്ല, കറണ്ടിന് എന്നോട് സങ്കടം. എൻ്റെ വീട്ടിലെ കറണ്ടിന് എന്നോട് സങ്കടം. നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ഇന്ന് ഫാൻ ഇട്ടില്ല, അപ്പോൾ അതിന് സങ്കടം. നീ എന്നാലും ഫാൻ ഇട്ടില്ലല്ലോ, അങ്ങനെ ആരെങ്കിലും പറയും? ഇല്ല, അല്ലേ? അതൊന്നും ജീവനില്ലാത്ത ശക്തിയാണ്. എന്നാൽ ജീവനില്ലാത്ത ഒരു ശക്തിയല്ല ദൈവം, ജീവനുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് വേദനിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യും, അല്ലേ? ആ പ്രവൃത്തി പോലെ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രവൃത്തികൾ കാരണം ദൈവത്തിനും അതിന് അനന്തരഫലങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് ആ ഒരു ബന്ധം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട്, ഞാൻ ഈ കടന്നു വന്നിരിക്കുന്ന ബന്ധത്തിൽ ഞാൻ നീതി പുലർത്തും, ഞാൻ അവനോട് പറ്റിച്ചേർന്നിരിക്കും. അങ്ങനൊരു ഹൃദയത്തോട് ഇവിടെ കടന്നു വരുന്നവർക്ക് ഈ വചന പഠനം കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. നിങ്ങൾ വിജ്ഞാനമൊക്കെ പ്രാപിക്കും, കുറേ അറിവൊക്കെ പ്രാപിക്കുമായിരിക്കും.
പക്ഷേ ഗുണം നമ്മുടെ ഈ ഇപ്പോൾ വായിച്ച പോലെ ഭർത്താക്കന്മാരൊക്കെ അറിയണമെങ്കിൽ, നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഇതൊരു ക്രിസ്ത്യാനി പോകുന്ന ആളുകൾ പറയണമെങ്കിൽ ഹൃദയത്തിൽ ഈ തീരുമാനം എടുക്കണം, ഞാൻ അവനോട് പറ്റിച്ചേർന്നിരിക്കും. ഈ ബൈബിൾ പഠനത്തിനും നമ്മൾ സ്കൂളിൽ പോയി കണക്ക്, മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നല്ലൊരു ടീച്ചറിൻ്റെ അടുക്ക പോയാൽ അത് ഏത് മണ്ടനും പഠിക്കും, അല്ലേ? നല്ലൊരു കണക്ക് ടീച്ചറിൻ്റെ അടുത്ത് പോയാൽ ഏത് മണ്ടനും കണക്ക് പഠിക്കും. ഞാൻ അങ്ങനെ ഒരു മണ്ടനായിരുന്നു. എനിക്ക് നല്ലൊരു ടീച്ചറെ കിട്ടിയപ്പോൾ ഞാൻ കണക്കിൽ ഭയങ്കര സ്ട്രോങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പഠിപ്പിക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശരിക്കും നിങ്ങൾ വചനം പഠിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം. എനിക്ക് മലയാളവും ഇംഗ്ലീഷും കണക്കും പഠിപ്പിക്കുമ്പം ആ കണക്കിൽ ആ കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞനുമായിട്ടൊരു ബന്ധവും വേണ്ട എനിക്ക് അങ്ങേരെ വെറുപ്പായിരിക്കാം, എങ്കിലും എനിക്ക് പഠിച്ച് മാർക്ക് വാങ്ങിക്കാം, അല്ലേ? എന്നാൽ ദൈവത്തോട് എതിർത്ത് നിന്നിട്ട് ദൈവവചനം പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും വരത്തില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു ബന്ധം വേണം. ദൈവത്തോടുള്ള ബന്ധം നിമിത്തമായിരിക്കും നിങ്ങൾക്ക് ഈ വചനത്തിൽ നിന്ന് കൂടുതൽ എന്താ പറയുക, വെളിപ്പാട് ലഭിക്കുന്നത്. അപ്പോൾ ആ ബന്ധം ആദ്യമായിട്ട് പറയണം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യം നിങ്ങൾ പറ്റിച്ചേർന്നിരിക്കണം. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞു കേട്ടോ, ആദ്യം അവൻ അവിടെ കടന്നു വന്നപ്പോൾ 23-ാമത്തെ വാക്യത്തിൽ എന്തോ കണ്ടെന്ന് അവിടെ പറഞ്ഞ്, കുറേ ജാതിയരൊക്കെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, അവൻ ചെന്ന് സഭയിൽ എന്തോ കണ്ടു? ദൈവകൃപ കണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരണമെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിക്കണം. ഇതിന് പകരം വേറൊരു പരിപാടിയുണ്ട്. എന്താ പറയുക? ദൈവകൃപയ്ക്ക് പകരം നിയമവാദവും നമ്മൾ മലയാളത്തിൽ പറയും. അതായത് കുറേ നിയമവും ചട്ടവും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഞാനൊരു വിശ്വാസി, ഒരു ഭക്തനായിട്ട് വളരാൻ പോവാണ്. ഒരു 110 നിയമങ്ങൾ ഞാൻ അങ്ങോട്ട് എഴുതി വെക്കാൻ പോവാണ്. എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് പാലിച്ചാൽ ഞാൻ വലിയ വിശ്വാസിയാവും, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾ ജഡത്തിൽ ചിന്തിക്കുന്നത് ഒരു കുറേ ലിസ്റ്റ്. എല്ലാ സൺഡേയും ഞാൻ പ്രാർത്ഥിക്കാൻ പോകും, എല്ലാ ബുധനാഴ്ചയും പഠിക്കാൻ പോകും, ഞാൻ പിന്നെ എന്നും പ്രാർത്ഥിക്കും, 3 പാട്ട് ഡെയിലി പാടിയിരിക്കും. ഇങ്ങനെ കുറേ നിയമമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് കാത്തു സൂക്ഷിച്ച് ഞാൻ വലിയ വിശ്വാസിയാവുന്ന നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. നമ്മുടെ ജഡത്തിൽ ഒരു നന്മയില്ല. നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ എന്തിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. അവൻ്റെ കൃപ ഒരു പ്രവൃത്തി എന്നിൽ ചെയ്താലേ ഞാൻ ആത്മീയനായിട്ട് വളരത്തുള്ളൂ. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അങ്ങനെയാണ്. എനിക്ക് സ്വമേധ ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു തീരുമാനം എടുക്കണം. തീരുമാനം ഇതാണ്, അവനോട് പറ്റിച്ചേർന്നിരിക്കുക എന്നുള്ളത്. അതായത് ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുക്കും, പണിഞ്ഞോ കർത്താവേ എന്നുള്ളത്. അപ്പോൾ പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യം ചെയ്യുക എന്നല്ല, അവനിൽ വിശ്വസിച്ച് അവനിൽ വിശ്രമിക്കണം, അവന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കണം. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ സ്വന്തം ജഡത്തിലുള്ള ശക്തിയിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആശ്രയിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദൈവകൃപയിൽ ആശ്രയിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം. ഒന്ന്, അവനോട് ഞാൻ പറ്റിച്ചേർന്നിരിക്കും. രണ്ടാമത്, എൻ്റെ ആശ്രയം എവിടാണ്? ദൈവകൃപയിലായിരിക്കും. എൻ്റെ ജഡത്തിലോ എൻ്റെ ശക്തിയിലോ എൻ്റെ ബുദ്ധിയിലോ മാനുഷികമായ ഒന്നിലോ ഞാൻ ആശ്രയിക്കരുത്. അങ്ങനെ ആശ്രയിച്ചാൽ നിങ്ങൾ നല്ല മതപരമായ ഒരു വ്യക്തിയാകും, ആത്മീകനാകത്തില്ല. ഇന്നത്തെ പ്രശ്നം ഇതാണ്. സഭയെ മുഴുവൻ ഈ മതപരമായ ആളുകളാണ്. അവരാണ് ഈ പോലീസായിട്ട് നടക്കുന്നത്, മറ്റുള്ളവരുടെ വിശ്വാസമൊക്കെ വിധിച്ചുകൊണ്ട് നടക്കും. ഒരു ഗുണവും ഇല്ല. കണ്ടാ ഭക്തനാന്നൊക്കെ പറയുമെങ്കിലും കപടഭക്തിയാണ് മൊത്തം. കാരണം അവർ ദൈവകൃപയിലല്ല, അവർ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയാലും നടക്കുന്നവരല്ല. പേരിന് വിശ്വാസി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജഡത്തിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കണം. ഞാൻ അവനോട് പറ്റിച്ചേർന്നിരിക്കും, അവൻ്റെ കൃപയിൽ ആശ്രയം. എന്നിട്ട് വേണം വചനം പഠിക്കേണ്ടത്. ശരി, ഇനി നമുക്ക് 1 പത്രോസ്. അപ്പോൾ ഇനി കുറേ പേജുകൾ തിരിച്ച് അവസാനത്തോടെത്തണം. 1 പത്രോസ് എടുത്തു കൊടുക്കാൻ അറിയാവുന്നവരൊന്ന് എടുത്തു കൊടുക്കുക, അറിഞ്ഞൂടാത്തവർക്ക്. 1 പത്രോസിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ കുറച്ച് വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ആദ്യം. പിന്നെ നമുക്ക് 2 വായിക്കാം. അപ്പോൾ 1 പത്രോസ് 1:23. 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നശിച്ചു പോകുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. കെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകാത്ത ബീജത്താൽ, അതായത് വിത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ നശിച്ചു പോകുന്നതല്ല, നശിച്ചു പോകാത്ത ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കണ്ടോ, ഇവിടെയും കണ്ടോ, വിശ്വാസത്തിൽ കടന്നു വന്നവരോടാണ് ഈ സംസാരിക്കുന്നത്, അല്ലേ? നിങ്ങളിപ്പോൾ രക്ഷിക്കപ്പെട്ടു, അതിന് പറയുന്നതാണ് വീണ്ടും ജനനം. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അവർ രക്ഷയിലേക്ക് കടന്നു വന്നു, ശരി. അപ്പോൾ എന്ത് ചെയ്യണം? അതാണ് 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളിപ്പോൾ രക്ഷിച്ച് കർത്താവിലേക്ക് വന്ന സ്ഥിതിക്ക് സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ വചനം പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നവർ വചനം പഠിക്കാനായിട്ട് മുതിരുമ്പോൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളും കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കണം. ആദ്യം കണ്ടത് ദൈവവുമായിട്ട്, അവനോട് പറ്റിച്ചേർന്നിരിക്കണം, അവൻ്റെ കൃപയിൽ ആശ്രയിക്കണം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടു സഹോദരങ്ങൾ, ഇടത്തും വലത്തും ഒക്കെ ഇരിക്കുന്ന സഭയിലെ അംഗങ്ങളുമായിട്ട് നമ്മൾ ആ ബന്ധവും ഒന്ന് ശോധന ചെയ്യണം. എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ശരിക്കുള്ള ഇവിടുത്തെ കൽപ്പന എന്തുവാ? 2-ാമത്തെ വാക്യത്തിലാണ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ, അല്ലേ? ശരി. ഇപ്പോൾ അങ്ങോട്ട് ജനിച്ച വാവകളോട് നമ്മളെന്തോ പറയുന്നത്? നമ്മളൊന്നും പറയാറില്ല, പക്ഷെ നമ്മളെന്തോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പാലൊക്കെ കുടിച്ച് വളരണം, അല്ലേ? പാല് കുടിക്കാത്ത ഏതെങ്കിലും ശിശുക്കളെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? പാല് കുടിക്കാത്ത? ഇല്ല. പാല് കുടിച്ചേ വാവകളൊക്കെ വളരത്തുള്ളൂ, അല്ലേ? പാല് കുടിക്കാതിരുന്നാൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകും. ഈ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്, പാല് കുടിക്കുന്നില്ല, അല്ലേ? പാല് കുടിക്കാത്ത കൊച്ചാണേ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ രക്ഷിക്കപ്പെട്ട പുതിയ ശിശുക്കൾ എന്ത് ചെയ്യണം? പാല് കുടിക്കണം. പക്ഷെ എന്താ ഈ പാല്? വചനമെന്ന മായമില്ലാത്ത പാല്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇരിക്കുന്നതാണ് ആത്മീയ മിൽമ, കേട്ടോ? നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇരിക്കുന്നതാണ് പാല്. ഈ പാല് കുടിക്കണം, കുടിക്കാനായി വാഞ്ചിക്കണം. ഏതെങ്കിലും വാവയോട് നിങ്ങൾ 3 മണിക്കൂർ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാലിനായിട്ട് വാഞ്ചിക്കണം, പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് വാഞ്ചിക്കണം. ഒരു വാവയോട് നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യം, പക്ഷേ ആത്മീയ ശിശുക്കളോട് പ്രസംഗിക്കണം. കാരണം അവർക്ക് പലപ്പോഴും വചനത്തോട് വലിയ വാഞ്ചയൊന്നുമില്ല, പാലൊന്നും കുടിക്കാൻ അവർക്ക് തോന്നുന്നില്ല. പക്ഷേ വാഞ്ചിക്കണം. എന്തിനാണ്? പാല് കുടിച്ചാൽ എന്ത് സംഭവിക്കും? രക്ഷയ്ക്കായി വളരും. അപ്പോൾ രക്ഷ വന്നാൽ മാത്രം പോരാ, ആ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകും. അല്ല, വളരണം, രക്ഷയിൽ വളരണം. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടും. നമ്മളൊന്നും ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഉടനെ ഒന്നും ക്രിസ്തു ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മൾ ക്രിസ്തുവിൽ വന്നെങ്കിലും നമ്മുടെ സ്വഭാവമൊക്കെ പഴയ പോലൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെ, അല്ലേ? നമ്മുടെ ദിശ മാറിയതേ ഉള്ളൂ, നമ്മൾ മാറിയിട്ടില്ല, അല്ലേ? പണ്ട് ഞാൻ മറ്റേ ദിശയിൽ പോകുമായിരുന്നു, ഇപ്പോൾ ഞാൻ തിരിഞ്ഞ് ദൈവത്തിലേക്ക് വന്നു, ദൈവത്തിൽ ആശ്രയം വെച്ച് തുടങ്ങി. ഞാൻ മാറി തുടങ്ങിയില്ല, തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ പതുക്കെ മാറി വരികയാണ്, അല്ലേ? അപ്പോൾ അതാണ് വളർച്ച. ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് വേറൊരു ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി വളർന്നു വരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ എല്ലാ വാവകളും വാഞ്ചിക്കണം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുൻപേ, അത് നമ്മൾ അടുത്ത ആഴ്ച മുതൽ വചനം പഠിക്കും, അതിന് മുൻപേ എന്ത് ചെയ്യണമെന്ന് കുറച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് പലപ്പോഴും ഇത് ചെയ്യാറില്ല. ഇതൊന്നും ചെയ്യാതെ കയറി വചനം പഠിച്ചാൽ ഒരു ഗുണവുമില്ല. എന്ത് ചെയ്യണം? സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിട്ട് വേണം പാല് കുടിക്കാൻ. ആഹാ, അപ്പോൾ പഴയ മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ വെച്ചോണ്ട് പാല് കുടിച്ചാൽ ഒരു ഗുണവുമില്ല. ചുമ്മാ വചനം പഠിച്ച് അറിവ് പ്രാപിച്ച് തല ചീർക്കും. തല ചീർത്ത് കഴിയുമ്പോൾ തലവേദന വരും, പിന്നെ തലഖനം വരും, പിന്നെ അഹങ്കാരിയാവും. അഹങ്കാരികൾക്ക് ദൈവം കൃപ കൊടുക്കത്തില്ല. അപ്പോൾ ആപത്താ വചന പഠനം അങ്ങനത്തെ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളും നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സകല ദുഷ്ടത, എല്ലാ ദോഷവും വെടിയണം. നമ്മുടെ സഹോദരിമാരെക്കുറിച്ച് ദോഷം നിരൂപിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിർത്തണം. എല്ലാവരും കേട്ടോ? നേരത്തെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാനും ആശ്രയിക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും എളുപ്പമായി. ഇത് ഇച്ചിരി പാടാണ്, അല്ലേ? സഹോദരന്മാരോട് സ്നേഹത്തിൽ നീങ്ങണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ വെറുപ്പും വിദ്വേഷമൊക്കെ നിർത്തണം.
മറ്റുള്ളവർക്ക് പാര പണിയലും ദോഷം പണിയലും ഒക്കെ നിർത്തണം. അതൊന്നും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് പോലെ. സകല ദുഷ്ടതയും എല്ലാ ചതിവും, ചതിവ് അല്ലെങ്കിൽ വ്യാജം അതെന്ന് പറയുമ്പോൾ എല്ലാ നുണയൊക്കെ അതിനകത്ത് വരും. പിന്നെ നുണ പിന്നീടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചതിവ്, എല്ലാ വ്യാജം നിർത്തിക്കോണം. നമ്മൾ പുറമേ ഒന്ന് പറയുകയും ഉള്ളിൽ വേറൊന്നും വെച്ചിട്ട് പെരുമാറുന്ന കപടത നിർത്തണം. ഒരാളെ പറ്റിക്കാനൊന്നും നമ്മൾ ശ്രമിക്കരുത്. പുറമേ ഒന്ന് പറയും പിന്നെ അയാൾക്ക് വന്ന് ഭവിക്കട്ടെ, അങ്ങനത്തെ കണക്ക് കൂട്ടുന്നവരല്ല ക്രിസ്ത്യാനികൾ. അപ്പോൾ എല്ലാ ചതിവും, പിന്നെ പറഞ്ഞിരിക്കുക വ്യാജഭാവം, കപടഭക്തി. അതും ആ വാക്ക് ഇംഗ്ലീഷിലും നമുക്ക് മനസ്സിലാകത്തില്ല, മലയാളത്തിൽ മനസ്സിലാകത്തില്ല. യവന ഭാഷയിൽ അത് ബഹുവചനമാണ്. എല്ലാ കപടഭാവങ്ങളും എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കപടതകളുണ്ട്. നമ്മളൊക്കെ മിടുക്കന്മാരായി. കപടഭാവം എന്നുള്ള വാക്ക് അഭിനയം എന്നാണ് ശരിക്കുള്ള അർത്ഥം. അഭിനയം നിർത്തണം, നടനം നിർത്തണം, അല്ലേ? നമ്മളൊക്കെ സഭയിൽ വരുമ്പോൾ നല്ലപോലെ അഭിനയിക്കും, അല്ലേ? നമ്മൾ ചിലരൊക്കെ ഹാലലുയൊക്കെ പറയും. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളിപ്പോൾ പുതുതായിട്ട് വിശ്വാസി വന്നവരാണ് പറയുന്നത്. ഈ വലിയ സഭകളൊക്കെ പോയാൽ അറിയാം, വർഷങ്ങളോളം കപടതയിൽ ഡിഗ്രിയൊക്കെ എടുത്തവരുണ്ട്. അവരിപ്പോൾ അതിൻ്റെ PhD പഠിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയൊക്കെ കപടത, സ്റ്റേജിൽ കയറി കപടത, പുൽപ്പിറ്റിൽ കയറി കപടത, പ്രസംഗിക്കുമ്പോൾ കപടത. മിടുക്കന്മാരാണ് ക്രിസ്ത്യാനികൾ. അതായത് നമുക്ക് ഈ ക്രിസ്മസിനൊക്കെ സ്കിറ്റ് നടത്താൻ പറ്റുന്നത് എന്തുകൊണ്ടറിയോ? എല്ലാവരും നല്ല അഭിനയമാണ്. 365 ദിവസം അഭിനയം. അപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് സ്കിറ്റ് നടത്താൻ വളരെ എളുപ്പമാണ്. നല്ല അഭിനയ ടീമുകൾ. ഈ സിനിമാക്കാരൊക്കെ നമ്മുടെ ഇടയിൽ നിന്നായിരുന്നു അഭിനേതാക്കളെ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് ആ ഗതി വരരുത്. കാരണം എന്താ, ഈ ആത്മീയ കപടത ഭയങ്കര ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ ചിലർ? ഒരു താളത്തിലൊക്കെ ഹല്ലേലൂയ ഒക്കെ പറയും. എല്ലാം അഭിനയമാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്നത് വേണം വാ കൊണ്ട് പറയാൻ. ഹൃദയത്തിൽ നിന്നൊന്നും വരുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അപ്പോൾ ചില പ്രസംഗർ വന്നിട്ട് പറയും സ്വോത്രം പറയുമ്പോൾ നമ്മൾ സ്വോത്രമൊന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നില്ലേ പറയരുത്. കള്ളമാണ് പറയുന്നത് പിന്നെ, അല്ലേ? ഇത് നമ്മൾ കള്ളം പറയാനുള്ള ട്രെയിനിങ് സെൻ്ററാക്കി മാറ്റി സഭ. സ്തോത്രം എന്ന് ചുമ്മാ മന്ത്രം പോലെ പറയും. സ്തോത്രം പറയണം, അത് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്തോത്രം പറയണം, എപ്പോഴും സ്തോത്രം പറയണം. പക്ഷേ ഹൃദയത്തിൽ നിന്ന് വേണം അത് വരാൻ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കപടഭാവമാണത്, അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ അഭിനയിക്കുകയാണ്, ഞാൻ വലിയ ആരാധനയാണ്. അതുകൊണ്ട് കപടഭക്തി എല്ലാ കപടഭാവങ്ങളും, അത് വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, ഓഫീസിലാകട്ടെ, സഭയിലാകട്ടെ, എല്ലാ കപടതയും നിർത്തണം. എന്നിട്ട് കപടതയ്ക്ക് പകരം എന്തോ അപ്പം? കപടതയുടെ വിപരീതം എന്തോ അപ്പം? ആത്മാർത്ഥതയോടെ ഇരിക്കണം. നിങ്ങളെന്താണോ അതായിരിക്കുക. ഒരു രീതിയിൽ പറഞ്ഞാൽ അതാണ് താഴ്മ. കർത്താവേ എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് ബൈബിളെന്ന് പറഞ്ഞുകൂടെ, ഞാൻ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്നവരെ ദൈവം സഹായിക്കും, അല്ലേ? ഇപ്പം എന്നെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ട് വിട്ടു, കണക്ക് പൊട്ടി 0 മാർക്ക് വാങ്ങിച്ചിരിക്കുക. കണക്ക് സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ അതൊക്കെ എനിക്കറിയാം സാറേ, ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സാറൊന്നും പഠിപ്പിക്കത്തില്ല, ഞാൻ വീണ്ടും പോയി തോക്കും. എന്നാൽ പോയി സാറേ 0 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സാറ് സഹായിക്കും. അപ്പം നമ്മൾ വന്ന് 100 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സഹായവും കടന്നു വരില്ല, അല്ലേ? അപ്പോൾ കപടഭാവങ്ങളെല്ലാം നീക്കി വെക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസൂയകളും, അതും ബഹുവചനമാണ്. ഇനിയുള്ള എല്ലാം ബഹുവചനത്തിൽ എഴുതി. അസൂയകളും. എന്തായി അസൂയ? മറ്റൊരുത്തൻ്റെ നന്മ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വല്ലാത്തൊരു ചൊറിച്ചിൽ, ഒരു ഞരക്കം. അത് പാടില്ലല്ലോ, അയാൾ അങ്ങനെ വളരാൻ പാടില്ലല്ലോ, അവന് കൊടുത്തിരിക്കുന്ന നന്മ അവന് വേണ്ട, എനിക്ക് മതി. അതാണ് അസൂയ, അല്ലേ? മറ്റൊരുത്തൻ്റെ നന്മയും അവൻ്റെ വളർച്ചയിലും നമുക്ക് കണ്ണുകടി, കണ്ണ് ഭയങ്കര ചൊറിച്ചിൽ. അതാണ് അസൂയ. അതും വിടണം. അത് സ്നേഹമല്ല. ഇപ്പം നിങ്ങളുടെ മക്കൾ വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരോട് സന്തോഷിക്കും, അല്ലേ? നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിലും നിങ്ങൾ സന്തോഷിക്കും. അതുപോലെ സന്തോഷിക്കണം മറ്റൊരുത്തൻ്റെ നന്മയിലും വളർച്ചയിലും. അസൂയ പാടില്ല. അസൂയൊക്കെ ആത്മീയന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കപടതയും അസൂയകളും. പിന്നെ പറഞ്ഞിരിക്കുകയാണ് എല്ലാ നുണയും. അതും ബഹുവചനത്തിലാണ്, നുണകളും. കാരണം നുണ പല തരത്തിലുണ്ട്. വാ കൊണ്ട് നുണ പറയും, വാ അല്ലാതെ നമുക്ക് വാക്കുകളില്ലാതെ നുണ പറയാൻ പറ്റും, അല്ലേ? അഭിനയം, അല്ലേ? അപ്പോസ്തല പ്രവർത്തികൾ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എടുക്കുന്നില്ല. അവിടെ ഒരു ഭാര്യയും ഭർത്താവും വന്ന് വാ ഒന്നും തുറന്നില്ല, ഒരു നുണയും പറഞ്ഞില്ല. എന്തോ സംഭവിച്ചു? മരിച്ചു. എന്താ കഥയെന്നറിയാമോ? എല്ലാവരും നിങ്ങൾ എടുക്കണമെന്നില്ല. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിൽ കുറേ ആൾക്കാർ അവരുടെ നിലങ്ങളൊക്കെ വിറ്റ് 100% പൈസ കൊണ്ട് അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് ഉപയോഗിച്ചു വന്നു. ഇവരും പോയി ആ കൂട്ടത്തിൽ നിന്നു. അപ്പം ഇത് പൈസയുടെ കാര്യമല്ല, 100% കൊടുക്കുന്നവരാണെന്ന പോലെ 50% കൊണ്ടുവന്ന് അവിടെ നിന്നു. അപ്പോൾ വാ തുറന്ന് അവരൊരു കള്ളവും പറഞ്ഞില്ല.
100 പേര് കൊടുക്കുന്ന ലിസ്റ്റിൽ ഞാനും പോയി നിൽക്കുകയാണ്, ഞാനും 100% കൊടുക്കുകയാണ് എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്തു? ദൈവം വെളിപ്പെടുത്തി 50% ഉള്ളത്. 50% 100% എന്നുള്ളതല്ല. ചിലർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. 100% പൈസ എനിക്ക് തരണം. ഇത് പൈസ കിട്ടാനുള്ള മെസ്സേജ് അല്ല. 50%, 25%, 10% നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി ദൈവത്തിന് പൈസയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ 5 രൂപ കൊടുത്തേച്ച് 5 ലക്ഷം കൊടുത്തതിൻ്റെ ഈ നമ്മൾ പോസ് കാണിക്കാന്ന് പറയത്തില്ലേ, അതെന്താണെന്നറിയോ? കപടതയാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ആ ഭർത്താവിനോട് ചോദിച്ചു, നീ എന്തിനാണ് പരിശുദ്ധാത്മാവിനോട് നുണ പറയുന്നത്? അയാൾ വാ പോലും തുറന്നില്ല സഭയിൽ വന്നേച്ച്. അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കുകയായിരിക്കും സഭയിൽ, ദൈവം ചോദിക്കുന്നത് എന്തിനാണ് ആ നുണ പറയുന്നത്? അല്ലേ? വാ തുറക്കണമെന്നില്ല ഇപ്പം നുണ പറയാൻ. എല്ലാ നുണകളും, അതായത് കള്ളഭാവങ്ങളും എല്ലാം വെടിയണം. ഇപ്പം കണ്ടോ, 5 കാര്യങ്ങൾ വെടിയണം. 5 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. 5 കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കും. 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 കാര്യങ്ങൾ. ആദ്യത്തെ എന്താണ്? എല്ലാ ദുഷ്ടത, എല്ലാ ദോഷവും വെടിയണം. രണ്ടാമത് എന്താണ്? ചതിവ്. പിന്നെന്താണ്? വ്യാജഭാവം. പിന്നെന്താണ്? കപടഭക്തി. പിന്നത്തേത് എല്ലാ നുണകളും. 5 എണ്ണം വിട്ട് സഹോദര സ്നേഹത്തിൽ വേണം വന്ന് വചനം പഠിക്കാൻ. അല്ലോ, നമ്മൾ ആദ്യം 1 പത്രോസ് 1:23 വായിച്ചത്. എന്നാൽ 22 വായിച്ചോട്ടെ. സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതേ സഹോദര പ്രീതിക്കായിട്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യം അനുസരിക്കയാൽ, അതായത് കേട്ട സുവിശേഷം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചു. ഉണ്ടോ? നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോൾ അത് ഓർത്തോ? ഞാൻ രക്ഷിക്കപ്പെട്ട എന്തിനാണെന്നറിയോ? സഹോദരന്മാരെ സ്നേഹിക്കാനായിട്ട്, ദൈവത്തെയും അവൻ്റെ കുടുംബത്തെയും സ്നേഹിക്കാനായിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അതിനോട് ചേർന്ന് പോകുന്നതാണ് 2-ാമത്തെ അധ്യായത്തിൽ. എന്തുവാ ഈ സഹോദര പ്രീതിക്ക് വേണ്ടത്? നിർമ്മലത. എന്ത് ശുദ്ധിയായി വേണ്ടത്? ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം ശിശുക്കളെ പോലെ വന്ന് മായമില്ലാത്ത വചനമെന്ന പാല് കുടിക്കേണ്ടത്. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തോ ആസ്വദിക്കുന്നത്? നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ എന്തോ അനുഭവിക്കുന്നത്? ഈ ദൈവം എത്ര ദയാലുവാണ്, എൻ്റെ പാപങ്ങൾക്കൊത്തവണ്ണം എന്നെ അവൻ ശിക്ഷിക്കുന്നില്ല. അതാണ് ദയ. അപ്പം അങ്ങനെ കർത്താവിനെ ഒന്ന് രുചിച്ചു നമ്മൾ, അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. ആ രുചി ഓർമ്മയുണ്ടെങ്കിലേ ഈ പാൽ ഇനിയും കുടിക്കുക, കുറേ കൂടെ രുചിക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടപ്പോൾ രുചിച്ച കർത്താവിനെ ഇനി ആഴത്തിൽ രുചിക്കുവാൻ ഈ പാലെന്ന വചനം കുടിക്കേണ്ടത്. അപ്പോൾ വചനം പഠിക്കുന്തോറും നമുക്ക് ബോറല്ല അടിക്കുന്നത്. വചനം പഠിക്കുന്നതോറും എന്തോ വരും? അവൻ്റെ ദയയെക്കുറിച്ചുള്ള എൻ്റെ ആസ്വാദനം ആഴമേറിയതാകും, എൻ്റെ കർത്താവിലുള്ള സന്തോഷം ആഴമേറിയതാകും, എൻ്റെ സ്തോത്രം ആഴമേറിയതാകും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് ഇത്ര ദയാലുവാണ്. ഇപ്പം നമുക്കൊരു അല്പം അറിവുണ്ട് കർത്താവ് ദയാലുവാന്നുള്ളത്. വചനം പഠിക്കുന്തോറും ആ ദയയുടെ വ്യാപ്തി വളർന്നു വരും. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ജീവിതത്തിൽ. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ദൈവവചനം പഠിക്കണം. അതിനായിട്ടാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. വിശ്വാസത്തിലേക്ക് പുതുതായിട്ട് വന്ന വിശ്വാസികൾ കടന്നു വന്നിരിക്കുന്നവർ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് ഒരു തീരുമാനം എടുക്കണം. ഹൃദയത്തിലൊരു തീരുമാനം എടുക്കണം. യേശു ക്രിസ്തുവിനോട്, ദൈവത്തോട് ഞാൻ, കർത്താവിനോട് ഞാൻ പറ്റിച്ചേർന്നിരിക്കും, അവൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കും. അപ്പോൾ എന്തു പറ്റും? വചനമൊക്കെ പഠിച്ചാൽ രൂപാന്തരം വരും, ക്രിസ്തുവൊക്കെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. രണ്ടാമതായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള വിശ്വാസികളുമായിട്ട് നമ്മൾ ആ ബന്ധത്തിൽ ഒരു ക്രമീകരണം വരുത്തണം. ഈ പറഞ്ഞ സഹോദര പ്രീതിക്ക് ചേരാത്ത 5 കാര്യങ്ങൾ വിട്ടുകളയണം. അപ്പോൾ നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഈ വാക്യം ഓർത്തോണം. ഇതും എനിക്ക് ദേഷ്യം തോന്നുമ്പോൾ ഞാൻ ദേഷ്യവും കാണിച്ചേച്ച് അടുത്ത ബുധനാഴ്ചയും വന്ന് വചനം പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് പഠിക്കുന്നത് ജോഗ്രഫിയും ഫിസിക്സും അല്ല. അതൊക്കെ ബുദ്ധിമതി. ബുദ്ധിയിൽ ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. ഇതെൻ്റെ സ്വഭാവമാണ് ഇവിടെ നമ്മൾ പണിയുന്ന വിഷയം. അപ്പോൾ സ്വഭാവത്തിന് നിങ്ങൾ മുൻഗണന കൊടുക്കണം. അതുകൊണ്ട് ദേഷ്യമൊക്കെ വന്നാൽ വിട്ടുകളയുക, സഹോദര പ്രീതിയിൽ നടക്കണം. ഇപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ 5 കാര്യങ്ങൾ ഏതാണെന്ന് ബൈബിൾ തുറക്കാതെ പറയാൻ ഞാൻ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കും കൂടെ ചോദിക്കും. ചിലപ്പോൾ വെറുതെ 5 കാര്യം പറഞ്ഞാൽ പോരാ, അത് ബുദ്ധി, ഇത് ഓർമ്മശക്തി. അതിപ്പോൾ ചിലപ്പോൾ 1-2 ഒക്കെ വിട്ടുപോയെന്നിരിക്കും. പക്ഷെ നിങ്ങൾ അനുസരിച്ചവരാണെങ്കിൽ ഓർമ്മശക്തി ഇല്ലാത്തവരാണേലും അത് ഓർക്കും.
അല്ലേ? വലിയ ഓർമ്മശക്തി ഇല്ലാത്തവരാണെങ്കിലും തൊട്ടടുത്തുള്ള മുറുക്കാൻ കടയിൽ നടന്നു പോകാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതെന്താ? അത് ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ ഈ 5 കാര്യം ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ ഓർമ്മശക്തി ഇല്ലേലും അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇന്നു മുതൽ അടുത്ത ബുധനാഴ്ച വരെ ഈ 1 പത്രോസ് 2 1 മുതൽ 3 വായിക്കുക. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. സൺഡേ നമ്മുടെ സർവീസിലൊന്ന് വായിക്കണേ വചനം. അപ്പോൾ അവിടെയും വായിപ്പിച്ച് കേൾപ്പിക്കും. ഈ വചനം നിങ്ങളെല്ലാവരും വായിച്ച് മനസ്സിൽ എത്രമാത്രം ആഴത്തിലിറക്കാൻ പറ്റുമോ അത് വായിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്ത ദൈവത്തിൽ എന്തൊക്കെ ചെയ്യണം? ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം, ദൈവകൃപയിൽ ആശ്രയിക്കണം, സഹോദര സ്നേഹത്തിന് വിപരീതമായ ഈ 5 ദോഷങ്ങൾ വിട്ടകന്ന് പാല് കുടിക്കാൻ വാഞ്ചിക്കുന്ന വാവകളെ പോലെ വചനം എന്താ പറയുക കാംക്ഷിച്ച് വരണം. ഈ ഹൃദയത്തിൽ ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ട് വന്നാലേ ഇനി നമ്മൾ അടുത്ത ആഴ്ച മുതൽ പഠിക്കുന്ന വചനം കൊണ്ട് എന്തെങ്കിലും ഗുണമാണ്. അപ്പോൾ നമുക്ക് ഒരു നിമിഷം ഒന്ന് മൗനമായിരുന്ന് ഈ കേട്ട വചനം ഒന്ന് ധ്യാനിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് പ്രാർത്ഥനാ സമയത്തിനായിട്ട് മാറ്റി നിർത്താം. ഓക്കെ. കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. വചനം ഏറ്റെടുക്കുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്ത് നിന്നോട് പറ്റിച്ചേർന്നിരിക്കുവാൻ അവർക്ക് കൃപ കൊടുത്താട്ടെ. സ്വന്തം ബുദ്ധിയിലോ സ്വന്തം ശക്തിയിലോ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് വളരുവാൻ കൃപ കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യമുള്ള സഹോദര ബന്ധത്തിൽ കർത്താവ് ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ, എല്ലാ ദോഷവും കർത്താവ്, എല്ലാ ചതിവും, എല്ലാ വ്യാജവും, എല്ലാ കപടഭക്തിയും, എല്ലാ നുണകളും വിട്ടൊഴിഞ്ഞ് കർത്താവെ നിർമ്മലതയോടെ സ്നേഹത്തോടെ പുതിയ ശിശുക്കളെ പോലെ നിൻ്റെ വചനം പാലെന്ന പോലെ വാഞ്ചിച്ചു വരുവാൻ ഞങ്ങളേവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കർത്താവെ അവർക്ക് ഈ വരുന്ന ആഴ്ച മുഴുവൻ ധ്യാനിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.